നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ജാവ മെത്തേഡ്സിനെ കുറിച്ചാണ്. സോ മെത്തേഡ്സ് എന്ന് പറയുന്നത് നമ്മളൊരു പ്രത്യേക ജോലി ചെയ്യുന്നതിന് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ചെറിയ ഒരു പ്രോഗ്രാമാണ് മെത്തേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ സി പ്രോഗ്രാമിലെല്ലാം പഠിച്ച ഫംഗ്ഷന് സാമ്യമായ ഒരു സംഭവമാണ് ഈ മെത്തേഡ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ മെത്തേഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഈ മെത്തേഡ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ മെത്തേഡിനുള്ളിൽ എഴുതിയിട്ടുള്ള പ്രോഗ്രാം എക്സിക്യൂട്ട് ആവുന്നതാണ്. നമ്മൾ കോൾ ചെയ്താൽ മാത്രമേ ഈ മെത്തേഡ് വർക്ക് ചെയ്യുകയുള്ളൂ. കോൾ ചെയ്തില്ലെങ്കിൽ ഈ മെത്തേഡ് വർക്ക് ചെയ്യുകയില്ല. സോ നമുക്കൊരു മെത്തേഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. സോ നമ്മൾ ഈ ക്ലാസ് മെയിൻ എന്ന് പറയുന്നതിൻ്റെ താഴെ വന്നതിന് ശേഷം നമ്മൾ സ്റ്റാറ്റിക് എന്ന് ടൈപ്പ് ചെയ്യുന്നു. സ്റ്റാറ്റിക് കീവേഡ്. സ്റ്റാറ്റിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഈ മെയിൻ ക്ലാസ്സിൽപ്പെട്ട മെത്തേഡാണ്. അതുപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഈ മെത്തേഡ് എന്ന് പറയുന്നത് മെയിൻ ക്ലാസ്സിലെ ഒരു ഒബ്ജക്റ്റ് അല്ല എന്നാണ് സ്റ്റാറ്റിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് വോയിഡ് ആണ്. വോയിഡ് എന്ന് പറയുന്നത് റിട്ടേൺ ടൈപ്പാണ്. നമ്മളൊരു വാല്യൂ ഇതിൽ റിട്ടേൺ ചെയ്യുന്നില്ല. ഈ മെത്തേഡിൽ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നില്ല. അതിനുശേഷം നമ്മൾ നമ്മുടെ മെത്തേഡിൻ്റെ പേരാണ് കൊടുക്കേണ്ടത്. സോ ഞാനിവിടെ കൊടുക്കുന്നത് പ്രിൻറ്റ് മെസ്സേജ് എന്ന പേരാണ് എൻ്റെ മെത്തേഡിൻ്റെ പേരായിട്ട് ഞാൻ കൊടുക്കുന്നത്. ശേഷം ഞാനിതുപോലെ ഒരു റൗണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മളൊരു കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. സോ ഈ കാണുന്നതാണ് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത മെത്തേഡ്. ഇതാണ് ഒരു മെത്തേഡിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ കാണാം, നമ്മൾ ഈ കാണുന്ന മെയിൻ എന്ന് പറയുന്ന മെത്തേഡും ഈ മെയിൻ ക്ലാസ്സിനുള്ളിലെ ഒരു മെത്തേഡാണ്. സോ ജാവ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നതിന് നമുക്ക് മെയിൻ മെത്തേഡ് നിർബന്ധമാണ്. എന്നാൽ ഇതിപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത മെത്തേഡാണ്. സോ നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് നമുക്ക് എത്ര മെത്തേഡ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഇനി ഞാൻ ഈ പ്രിൻറ്റ് മെസ്സേജ് എന്ന് പറയുന്ന മെത്തേഡ് കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ പ്രിൻറ്റ് മെസ്സേജ് എന്ന് പറയുന്ന മെത്തേഡ് കോൾ ചെയ്യുമ്പോൾ എനിക്ക് ഹലോ വേൾഡ് എന്ന് പ്രിൻറ്റ് ചെയ്യണം. സോ ഞാനിതിനുള്ളിൽ എസ് ഔട്ട് ഹലോ വേൾഡ് എന്ന് കൊടുക്കുന്നു. സോ നമ്മുടെ ആദ്യത്തെ ജാവ മെത്തേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഈ മെത്തേഡ് ചെയ്യുന്ന ജോലി എന്താണെന്ന് വെച്ചാൽ ഇത് ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യും. ഇനി നമുക്ക് ഈ പ്രിൻറ്റ് മെസ്സേജ് എന്ന് പറയുന്ന മെത്തേഡിനെ നമുക്ക് മെയിൻ മെത്തേഡിൽ എങ്ങനെ കോൾ ചെയ്യാമെന്ന് നോക്കാം. സോ മെയിൻ മെത്തേഡിൽ കോൾ ചെയ്താൽ മാത്രമേ നമ്മുടെ ഈ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. സോ ഇപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നമുക്ക് കിട്ടുന്ന റിസൾട്ട് ബ്ലാങ്ക് ആണ്. സോ കാരണം നമ്മൾ ഈ പ്രിൻറ്റ് മെസ്സേജ് എന്ന് പറയുന്ന മെത്തേഡ് കോൾ ചെയ്തിട്ടില്ല. സോ ഞാനിവിടെ കോൾ ചെയ്യാൻ പോകുന്നു. കോൾ ചെയ്യുന്നതിന് നമുക്ക് ജസ്റ്റ് ഇവിടെ പ്രിൻറ്റ് മെസ്സേജ് എന്ന് ഇതുപോലെ എഴുതിയാൽ മതി. പ്രിൻറ്റ് മെസ്സേജ് എന്ന് എഴുതി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക, സെമി കോളൻ കൊടുക്കുക. ഇനി നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നമുക്ക് ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് ലഭിച്ചു. സോ ഇനി ഞാൻ പ്രിൻറ്റ് മെസ്സേജ് എന്ന് പറയുന്നത് ഒരു 2 തവണ ഇതുപോലെ കൊടുത്തെന്ന് വെക്കുക. ഇപ്പോൾ നമ്മൾ 3 തവണ പ്രിൻറ്റ് മെസ്സേജ് എന്ന് പറയുന്ന ഈ മെത്തേഡിനെ കോൾ ചെയ്തു. ഇനി നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 തവണ ഈ ഹലോ വേൾഡ് എന്ന് പറയുന്ന മെസ്സേജ് നമ്മുടെ റിസൾട്ടായി ലഭിക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്കിവിടെ കാണാം നമുക്ക് 3 തവണ ഹലോ വേൾഡ് എന്ന് പറയുന്ന മെസ്സേജ് ഇവിടെ ലഭിച്ചു. ഇത്തരത്തിൽ നമുക്ക് ജാവ പ്രോഗ്രാമിൽ നമുക്ക് മെത്തേഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. സോ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആ മെത്തേഡ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ മെത്തേഡിനുള്ളിൽ എഴുതിയിട്ടുള്ള പ്രോഗ്രാം നമുക്ക് എക്സിക്യൂട്ട് ആവുന്നതായിരിക്കും.